ഹോമറിന്റെ ഇതിഹാസ കാവ്യമായ ഒഡീസി വായിച്ചിട്ടില്ലേ? എങ്കിൽ ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി കാണും മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഇതിഹാസ കാവ്യമാണ് ഒഡീസി. 12109 വരികളുള്ള നീണ്ട കവിതയാണത്. പുരാതന ഗ്രീസിൽ ജീവിച്ചിരുന്ന അന്ധനായ കവി എന്ന് കരുതപ്പെടുന്ന ഹോമർ രചിച്ച 2 ഇതിഹാസ കാവ്യങ്ങളാണ് ഇലിയഡും ഒഡീസിയും. ഇലിയഡ് പറയുന്നത് ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ്. ഒഡീസി യുദ്ധത്തിന് ശേഷമുള്ള മടക്കയാത്രയും. സ്പാർട്ടയിലെ രാജാവായിരുന്ന മെലനസിന്റെ ഭാര്യയായിരുന്നു ഹെലൻ. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായ അവരെ സ്പാർട്ട സന്ദർശിക്കാനെത്തിയ ട്രോയ് രാജകുമാരനായ പാരിസ് തട്ടിക്കൊണ്ടുപോകുന്നു. ചില കഥകളിൽ ഹെലൻ പാരിസുമായി പ്രണയത്തിലാവുകയും തൽഫലമായി പാരിസിനൊപ്പം ട്രോയ് നഗരത്തിലേക്ക് ഒളിച്ചോടിയതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ഗ്രീക്ക് സാമ്രാജ്യത്തെ മുഴുവൻ ചൊടിപ്പിച്ചു. അപമാനിതനായ മെലനസ് തന്റെ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് 10 വർഷം നീണ്ട ചരിത്രപ്രസിദ്ധമായ ട്രോജൻ യുദ്ധം ആരംഭിക്കുന്നത്. വർഷങ്ങളോളം അക്കിലസിനെ പോലെയുള്ള മഹാന്മാരായ യോദ്ധാക്കൾ പോരാടിയിട്ടും ട്രോയ് നഗരത്തിന്റെ വൻമതിലുകളെ ഭേദിക്കാൻ ഗ്രീക്ക് സൈന്യത്തിന് കഴിയുന്നില്ല. യുദ്ധം ജയിക്കാൻ കരുത്തു മാത്രം പോരാ, മൂർച്ചയുള്ള ബുദ്ധി കൂടി വേണമെന്ന് മനസ്സിലാക്കി ഇത്താക്കയിലെ രാജാവായ ഒഡീസിയസ് ട്രോജൻ കുതിര എന്ന് പിൻകാലത്ത് വിഖ്യാതമായ ആ തന്ത്രം യുദ്ധത്തിൽ പയറ്റുന്നു. ഒരു കൂറ്റൻ മരക്കുതിരയെ നിർമ്മിച്ച് അതിനുള്ളിൽ ഏറ്റവും മിടുക്കരായ ഗ്രീക്ക് പോരാളികളെ ഒളിപ്പിച്ചു നിർത്തുന്നു. ബാക്കി സൈന്യം തങ്ങൾ യുദ്ധം തോറ്റ് പിന്മാറുകയാണെന്ന വ്യാജേന കപ്പലുകളിൽ ദൂരേക്ക് പോകുന്നു. യുദ്ധം അവസാനിപ്പിച്ചു പോയ ഗ്രീക്ക് പോരാളികൾ തങ്ങൾക്ക് സമ്മാനമായി നൽകിപ്പോയതാണ് ഈ മരക്കുതിര എന്ന് കരുതുന്ന ട്രോയ് നിവാസികൾ സന്തോഷത്തോടെ കുതിരയെ നഗരമതിലിനുള്ളിലേക്ക് സ്വീകരിക്കുന്നു. എന്നാൽ അന്ന് രാത്രി നഗരം മുഴുവൻ വിജയലഹരിയിൽ മയങ്ങുമ്പോൾ കുതിരയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന ഒഡീസിയസും സംഘവും പുറത്തു വരുന്നു. അവർ നഗരത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയും തിരിച്ചെത്തിയ ഗ്രീക്ക് സൈന്യം ട്രോയ് നഗരത്തെ പൂർണ്ണമായി കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്യുന്നു. എന്നാൽ യുദ്ധം പൂർത്തിയാക്കി തന്റെ രാജ്യത്തേക്ക് തിരിക്കുന്ന ഒഡീസിയസിന്റെ യാത്ര അത്ര എളുപ്പമാകുന്നില്ല. യഥാർത്ഥ ഒഡീസി അല്ലെങ്കിൽ ഒഡീസിയസിന്റെ പോരാട്ടം ഇവിടെയാണ് തുടങ്ങുന്നത്. ജന്മനാടായ ഇത്താക്കയിലേക്കും ഭാര്യ പെനോലോപ്പിയുടെ അടുത്തേക്കും പോകാൻ കപ്പൽ കയറിയ ഒഡീസിയസ് ദൈവങ്ങളുടെ കോപത്തിന് ഇരയാകുന്നു. പിന്നീടുള്ള യാത്രകളിൽ ഒഡീസിയസിന് നേരിടേണ്ടി വരുന്നത് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത പ്രതിസന്ധികളാണ്. ഒറ്റക്കണ്ണൻ രാക്ഷസന്മാരായ സൈക്ലോപ്സുകൾ, മനുഷ്യരെ വശീകരിച്ചു കൊല്ലുന്ന സൈറനുകൾ, ജലകന്യകന്മാർ, ഭീകരരൂപികളായ കടൽ ചെന്നായ്ക്കൾ, മാന്ത്രിക ശക്തിയുള്ള ദേവതമാർ എന്നിങ്ങനെ ഒരു കൂട്ടം പ്രതിബന്ധങ്ങൾ. 10 വർഷത്തെ യുദ്ധത്തിനു ശേഷം വീണ്ടും ഒരു 10 വർഷം നീണ്ട കഠിനമായ യാത്ര. വഴിയിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോരാളികളും കപ്പലുകളും ഒഡീസിയസിന് നഷ്ടപ്പെടുന്നു. എങ്കിലും ഭാര്യയെയും മകന്റെയും അടുത്തേക്ക് തിരിച്ചെത്തണമെന്ന ഒരൊറ്റ ലക്ഷ്യം ഒഡീസിയസിനെ ജീവനോടെ നിലനിർത്തുന്നു. ഈ മടക്കയാത്രയാണ് നോളൻ സംവിധാനം ചെയ്യുന്ന ദ ഒഡീസിയുടെ ഇതിവൃത്തം. സയൻസ് ഫിക്ഷനുകളും ഹിസ്റ്റോറിക്കൽ സിനിമകളും ചെയ്ത് ശീലിച്ച നോളന്റെ കരിയറിലെ ആദ്യത്തെ മിത്തോളജി ചിത്രമാണ് ദ ഒഡീസി. മാറ്റ് ഡാമൻ, ആൻ ഹാത്വേ, ടോം ഹോളണ്ട്, സെൻഡയ്യ, റോബർട്ട് പാറ്റിസൺ തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിന് വേണ്ടി ഒന്നിക്കുന്നത്. മറ്റ് മിത്തോളജി സിനിമകളിലേതുപോലെ ദൈവങ്ങളും ദേവതകളും നേരിട്ട് വന്ന് അത്ഭുതങ്ങൾ കാണിക്കുന്ന രീതി ഈ നോളൻ ചിത്രത്തിലില്ല. മിത്തോളജി പ്രകാരം സമുദ്രദേവനായ പൊസൈഡന്റെ കോപം മൂലമാണ് ഒഡീസിയസിന്റെ യാത്ര തടസ്സപ്പെടുന്നതെങ്കിൽ നോളനിലേക്ക് വരുമ്പോൾ ആ യാത്ര തടസ്സപ്പെടാൻ കാരണം കടൽക്ഷോഭവും ശക്തമായ കാറ്റും എല്ലാം കൊണ്ടാണ്. ഗ്രീക്ക് ദേവതയായ അഥീനയെ അവതരിപ്പിക്കുന്ന സെൻഡയ മാത്രമാണ് നോളന്റെ ഒഡീസിയിൽ ദൈവമായി എത്തുന്നത്. പൂർണ്ണമായും ഐമാക്സിൽ ഷൂട്ട് ചെയ്ത ലോകത്തിലെ ആദ്യ ഫീച്ചർ ഫിലിം കൂടിയാണ് നോളന്റെ ഒഡീസി. അതുകൊണ്ട് തന്നെ നോളൻ നമുക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന ഒഡീസിയുടെ യഥാർത്ഥ വിഷ്വൽ മാജിക് അതിൻ്റെ അതേ തീവ്രതയോടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്നതാണ് ഏറെ നിരാശപ്പെടുത്തുന്ന കാര്യം. കാരണം ലോകത്തിലെ വെറും 41 തിയേറ്ററുകളിൽ മാത്രമേ പൂർണ്ണ മികവോടെ ഒഡീസി പ്രദർശിപ്പിക്കാനും അതിൻ്റെ പൂർണ്ണതയിൽ കാണാനും സാധിക്കും. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യയിൽ ഒരൊറ്റ തിയേറ്ററിൽ പോലും നമുക്ക് ഒഡീസി പൂർണ്ണതയോടെ അനുഭവിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടായിരിക്കാം അപ്പോൾ ഇതുവരെ ആരും ഐമാക്സിൽ ചിത്രീകരിക്കാതെ ഇരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. കാരണം ഒഡീസിയുടെ ചിത്രീകരണത്തിന് ഉപയോഗിച്ച ഐമാക്സ് ക്യാമറ ഒന്ന് ഉയർത്താൻ തന്നെ നിരവധി പേരുടെ സഹായം വേണം. മാത്രമല്ല, ഐമാക്സ് ക്യാമറകൾ പ്രവർത്തിപ്പിക്കുമ്പോഴുണ്ടാകുന്ന വലിയ തരത്തിലുള്ള ശബ്ദവും ഷൂട്ടിംഗ് സെറ്റിൽ അതുണ്ടാക്കുന്ന അസൗകര്യങ്ങളും പിന്നീടുള്ള അതിൻ്റെ എഡിറ്റിങ്ങും എല്ലാം അതിന് കാരണമാണ്. ഈ വെല്ലുവിളിയെ മറികടക്കാൻ ക്യാമറയെ സൗണ്ട് പ്രൂഫ് ചെയ്യുന്നൊരു പെട്ടി കണ്ടുപിടിച്ച് അതിൻ്റെ സഹായത്തോടെയാണ് നോളൻ ഒഡീസി ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീതത്തിനുമുണ്ട് മേന്മകളേറെ. BC 12-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന കഥയ്ക്ക് ഇന്ന് നിലവിലുള്ള യാതൊരുവിധ ഓർക്കസ്ട്രയും ഉപയോഗിച്ചുള്ള സംഗീത നിർമ്മാണം വേണ്ടെന്ന് നോളൻ തീരുമാനിച്ചിരുന്നു. 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടെന്ന് കരുതുന്ന ഒഡീസിയുടെ കഥ നടക്കുന്ന കാലത്ത്
അക്കാലത്തെ മനുഷ്യർ കേട്ടിരുന്ന സംഗീതം എന്തെന്ന് അവർ തേടിയിറങ്ങി. ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇല്ലാതായിപ്പോയ പുരാതന സംഗീതോപകരണങ്ങൾ ഒഡീസിക്ക് വേണ്ടി അവർ കണ്ടെത്തി പുനർനിർമ്മിച്ചു. വെങ്കലയുഗത്തിൽ നടക്കുന്ന കഥയ്ക്ക് വെങ്കലം ഉപയോഗിച്ചുള്ള വാദ്യോപകരണങ്ങളിലൂടെ സംഗീതം നൽകി. സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരെ വെറും കേവല കാണികൾ മാത്രമായി കാണുന്ന ഒരു വലിയ സിനിമാ സമൂഹം ഇവിടെ നിലനിൽക്കുന്നിടത്താണ് ഒരു സിനിമയ്ക്ക് അത് നൽകുന്ന അനുഭവത്തിന് സാധ്യതകളുടെ അങ്ങേയറ്റത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സംവിധായകനായി നോളൻ മാറുന്നത്. ഫിലിം സ്കൂളിൽ പോകാത്ത, ഫിലിം എന്താണെന്ന് പഠിക്കാത്ത, തൻ്റെ ചിന്തകളിൽ നിന്ന് ജനിച്ച കഥകളും കഥാപാത്രങ്ങളും കൊണ്ട് സിനിമാ പ്രേക്ഷകരെ കീഴ്പ്പെടുത്തുകയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയും ചെയ്ത ജീനിയസ്. സിനിമ എന്നാൽ വെറും കഥ പറച്ചിൽ മാത്രമല്ലെന്നും കാണുന്ന ഓരോ കഥയും കഥാപാത്രങ്ങളും അവർ കടന്നു പോകുന്ന വഴികളും പ്രേക്ഷകന് അനുഭവിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആകണമെന്ന അയാളുടെ വാശിയുടെ ഏറ്റവും പുതിയ രൂപമാണ് ഒഡീസി. സ്വന്തം സിനിമ അതിൻ്റെ ഏറ്റവും മികച്ച വേർഷനിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയ രൂപത്തിൽ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ അയാൾ നടത്തുന്ന പരീക്ഷണങ്ങൾ, അയാൾക്ക് വേണ്ടി കണ്ടുപിടിക്കപ്പെടുന്ന ക്യാമറകൾ. ഒരു മിത്തോളജി ചിത്രം നോളന്റെ കണ്ണിലൂടെ സ്ക്രീനിലേക്ക് വരുമ്പോൾ അത് തരാൻ പോകുന്ന വിഷ്വൽ മാജിക് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലുമാകില്ല. കോംപ്രമൈസ് ഇല്ലാതെ ക്വാളിറ്റിയോടെ അയാൾ അവതരിപ്പിക്കുന്ന ലോകം അതുകൊണ്ട് തന്നെ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ തിയേറ്ററോ ലോകത്തിൽ 41 മാത്രം. എന്നിട്ടും ലോകമെമ്പാടും ഒഡീസിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഐമാക്സ് അല്ലാത്ത തിയേറ്റർ അടക്കം ഒഡീസിക്ക് വമ്പിച്ച ബുക്കിംഗ് ആണ്. അത് തന്നെയാണ് ക്രിസ്റ്റഫർ നോളൻ എന്ന ബ്രാൻഡിന്റെ വിലയും.